തുല്യതാ പഠിതാക്കൾക്കായുള്ള അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സുശീല ടാഗ്ഭോരയുടെ സിലിയ എന്ന കഹാനിയാണ്. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ലെസണാണ്. അതുകൊണ്ട് തന്നെ തുല്യതാ പഠിതാക്കൾക്ക് വായിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വളരെയധികം പ്രയാസം തോന്നും. ആയതിനാൽ ഞാൻ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് പരീക്ഷ എടുത്തിരിക്കുകയാണല്ലോ അല്ലേ, അപ്പോൾ നമുക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ലെസണൊക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തരുന്ന ഈ ഒരു സമ്മറി ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. കാരണം അതിൽ നിന്ന് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യം നേടിയിട്ടും ദളിതർക്കും സ്ത്രീകൾക്കും നേരെ ഒരു വേറിട്ട ന്യായവ്യവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതെന്ന് അല്ലേ. ദളിത വിഭാഗത്തിൽപ്പെട്ടവരായാലും അതുപോലെ സ്ത്രീയാണെന്നുള്ള കാരണത്താലും നമ്മുടെ സമൂഹം അവരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. പുരുഷ മേധാവിത്വവും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയും നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ അതിനെതിരെ ശക്തമായ ഒരു പ്രതിരോധമാണ് സിലിയ എന്ന കഥയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതുവരെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പാഠഭാഗത്തിൻ്റെ ഓരോ വരിയിലൂടെയും വാക്കിലൂടെയും കടന്നുപോയിക്കൊണ്ടായിരുന്നു പാഠഭാഗങ്ങൾ വിശദമാക്കിയിരുന്നത്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഒരു സമ്മറി ഞാൻ തന്നെ എഴുതി തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേ വരിയിലൂടെ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കില്ല. എന്നാലും ഞാൻ എടുത്തു തരുന്ന ക്ലാസ്സിലൂടെ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. സിലിയ നാമക്ക് ലടുക്കി 11വീं कक्षा में पढ़ रही थी. സിലിയ എന്നു പേരായിട്ടുള്ള പെൺകുട്ടി 11ാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാനി പ്യാർ സെ ഉസേ സിലിയ, ബഡേ ഭയ്യ ശൈലജ, മാതാപിതാ സില്ലി റാണി ആദി നാം സെ ഉസേ പുകാർത്തേ തേ. മുത്തശ്ശി അവളെ സ്നേഹത്തോടെ സിലിയ എന്നും മൂത്ത സഹോദരൻ അവളെ ശൈലജ എന്നും മാതാപിതാ സില്ലി റാണി എന്നും ആയിരുന്നു വിളിച്ചിരുന്നത്. अपनी उम्र से कुछ ज़्यादा लगने वाली सिलिया बहुत सुंदर लगती थी. അതായത് പ്രായത്തേക്കാൾ കവിഞ്ഞ, അതായത് പ്രായത്തിൽ കൂടുതൽ വലിപ്പം തോന്നിച്ചിരുന്ന അവൾ വളരെ സുന്ദരിയായിരുന്നു. ഇസി വർഷ അഖ്ബാർ മേ ഏക് വിഖ്യാപൻ ചപ്പാ ശൂദ്രവർണ്ണ കി വധു ചാഹി. ആ വർഷത്തിലായിരുന്നു പത്രത്തിൽ ഒരു പരസ്യം കാണപ്പെട്ടത്. നൈ ദുനിയ എന്നു പേരായിട്ടുള്ള പത്രത്തിലൊരു പരസ്യം കാണപ്പെട്ടു. എന്താണ്? ശൂദ്രവർണ്ണ കി വധു ചാഹി, ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട വധുവിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രപരസ്യം കാണപ്പെട്ടു. ശൂദ്രവർണ്ണ എന്ന് പറയുന്നത് നമ്മുടെ പഴയ കാലത്തുള്ള, നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, സോഷ്യലിലൊക്കെ പഠിച്ചിട്ടുണ്ടാകാം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. അതിലേറ്റവും താണ വിഭാഗത്തിൽപ്പെട്ട ഒരു ജാതിയായിരുന്നു ശൂദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു താണ ജാതിയിൽപ്പെട്ട വധുവിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പത്രത്തിൽ പരസ്യം കാണപ്പെട്ടത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഈ കഥയിലുള്ള പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ആരാണ്? സിലിയയാണ് പ്രധാന കഥാപാത്രം. അതുപോലെ തന്നെ ഏത് പത്രത്തിലാണ് ഈ പരസ്യം വരുന്നത്? നൈ ദുനിയ എന്ന് പറയുന്ന പത്രത്തിലാണ് ഈ വിഖ്യാപൻ വന്നിരുന്നത്. मध्यप्रदेश की राजधानी भोपाल के जाने माने युवा नेता सेठ जी अछूत कन्या के साथ विवाह करके समाज के सामने एक आदर्श रखना चाहते थे. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഭോപ്പാലിലെ അറിയപ്പെടുന്ന ഒരു യുവ നേതാവായിട്ടുള്ള സേഠ്ജി അഛൂത്ത് കന്യാക്കെ സാത്ത്, അഛൂത്ത് കന്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അഛൂത്ത് എന്ന് പറഞ്ഞാൽ അസ്പൃശ്യമായിട്ടുള്ള, അതായത് തൊട്ടുകൂടാത്ത ജാതിക്കാരായ, അതായത് താണ ജാതിയിൽപ്പെട്ട ആളുകളെ പഴയ കാലത്തൊക്കെ കണക്കാക്കിയിരുന്നത് എന്തായിരുന്നു? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ എന്നൊക്കെയായിരുന്നു കണക്കാക്കിയിരുന്നത്. അങ്ങനെയുള്ളൊരു കന്യകയുമായി വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു ആ പത്രത്തിലെ പരസ്യം അല്ലേ. വിവാഹ കർക്കെ സമാജക്കെ സാമനെ, അങ്ങനെ വിവാഹം ചെയ്തിട്ട് സമൂഹത്തിന് മുന്നിൽ ഒരു ആദർശവാനായി കാണിക്കാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതെന്ന് തോന്നുന്നു. ഉസ്കി ഷർത്ത് യേഹി, അദ്ദേഹത്തിനൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്താണ്? ലടുക്കി കംസേ കം മെട്രിക് ഹോ. ലടുക്കി എങ്ങനെയുള്ളവളായിരിക്കണം? കംസേ കം മെട്രിക് ഹോ, ചുരുങ്ങിയത് ഒരു മെട്രിക്കുലേഷനെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു കണ്ടീഷൻ. ഉസ് ഗാവ് കെ പഠേ ലിഖേ ലോഗ് സിലിയ കി മാ കോ സലാഹ് ദി. ആ ഗ്രാമത്തിലെ
എഴുത്തും വായനയും ഒക്കെ അറിയുന്ന ആളുകൾ എന്ത് ചെയ്തു? സിലിയാക്കി മാക്കോ സലാഹ് ദി, സിലിയയുടെ അമ്മയെ ഉപദേശിച്ചു. എന്താണ്? തുമാരി ബേട്ടി തോ മെട്രിക് പഠ രഹി ഹേ, നിങ്ങളുടെ മകള് ഇപ്പോൾ മെട്രിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മെട്രിക്കുലേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സേഠ്ജി ബഹുത് ബഡേ ആദ്മി ഹേ, നമ്മുടെ ഈ പരസ്യത്തിൽ കാണുന്ന സേഠ്ജി വളരെ വലിയ മനുഷ്യനാണ്. തുമാരി ബേട്ടിക്ക് കിസ്മത്ത് അച്ചി ഹേ, നിങ്ങളുടെ മകളുടെ വിധി വളരെ നല്ലതായിരിക്കുന്നു. സിലിയ और उसकी माँ को यही बात बड़ा अजीब लगता. എന്നാൽ എല്ലാ ആളുകൾക്കും അത് വളരെ നല്ലൊരു കാര്യമായി തോന്നിയെങ്കിലും സിലിയയ്ക്കും അവളുടെ അമ്മയ്ക്കും എന്താണ് തോന്നിയത്? യഹി ബാത് ബഡാ അജീബ് ലക്ത, അജീബ് എന്ന് പറഞ്ഞാൽ വിചിത്രമായത്, ഈ ഒരു കാര്യം വളരെ വിചിത്രമായി തോന്നി. ഇസ് വിഷയമേ ഗർമേ ബി ചർച്ച ഹോത്തി, ഈ വിഷയത്തെക്കുറിച്ച് വീട്ടിലും എന്ത് നടന്നു? ചർച്ച നടന്നു. പടോസി और रिश्तेदार कहते ഫോട്ടോ और नाम पता भेज दो. പടോസി എന്ന് പറഞ്ഞാൽ നൈബേഴ്സും അതുപോലെ റിഷ്തേദാർ മീൻസ് റിലേറ്റീവ്സ്, ബന്ധുക്കളും ഒക്കെ എന്തു പറഞ്ഞു? ഫോട്ടോയും അഡ്രസ്സും ഒക്കെ അയച്ചു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ലേക്കിൻ സിലിയാക്കി മാ ദൂസറോം കോ സംജാക്കർ കത്തി യേ സബ് ബഡേ ലോഗോം കാ ആഡംബർ ഹേ, പക്ഷേ സിലിയയുടെ അമ്മ പറഞ്ഞു എന്താണ്? ഇതൊക്കെ വലിയ വലിയ ആളുകളുടെ ആഡംബരം മാത്രമാകുന്നു. और हम उसको खूब पढ़ाएंगे लिखाएंगे, उसकी किस्मत में होगा तो इससे ज़्यादा मान सम्मान वो खुद पालेगी. അപ്പം എന്താണ് അമ്മ പറഞ്ഞത്? നമ്മൾ അവളെ എന്താണ് തീർച്ചയായിട്ടും നന്നായിട്ട് പഠിപ്പിക്കും. ഉസ്കി കിസ്മത് മേ ഹോഗാത്തോ, അവൾക്ക് വിധിയുണ്ടെങ്കിൽ ഇസസെ ജ്യാദാ മാൻ സമ്മാൻ വ ഖുദ് പാലേഗി, അവൾക്ക് വിധിയുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ നല്ല നിലയിലെത്താനുള്ളൊരു കഴിവും അവൾ സ്വയം തന്നെ നേടിയെടുക്കും. പിന്നെ നമ്മുടെ കഥയിലെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നതാണ്. ജബ് സിലിയ 12 സാൽ കി തീ തബ് ഏക് ഘടന ഹുയി. സിലിയയ്ക്ക് 12 വയസ്സായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സംഭവമാണ്. മാമി അപ്പനി ബേട്ടി മാലതി കോ ബാൽ പക്കഡ്കർ മാർ രഹി തീ. മാമി തൻ്റെ മകളുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് അവളെ അടിക്കുന്നതായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. ക്യോങ്കി വോ ദൂസറോം കി കുയിൻ സെ റസ്സി ബാൾട്ടി ഹാത്ത് ലഗായ. കാരണം എന്തായിരുന്നു? അവൾ മറ്റാരുടെയോ കിണറ്റിൽ നിന്ന് എന്താണ് ബക്കറ്റും കയറും ഒക്കെ ഉപയോഗിച്ച് വെള്ളമെടുത്തു. അവർ പ്യാസ് ലഗാനേക്ക് കാരൻ പാനി പിയ, ദാഹിച്ചത് കാരണം അവൾ വെള്ളം കുടിച്ചു. സിലിയ ഗംഭീർ और सरल स्वभाव की आज्ञाकारी लड़की होने के कारण उसे मना कर दिया. അപ്പോൾ സിലിയയ്ക്ക് കുറച്ച് കാര്യഗൗരവമുള്ളൊരു കുട്ടിയായത് കാരണം തന്നെ എന്താണ് സിലിയ ആ സമയത്ത് അവളെ ഒരുപാട് വിലക്കിയിരുന്നു, അതിൽ നിന്ന് മനാക്കർദിയ വിലക്കുക. ലേക്കിൻ മാലതി സിലിയാക്കി ഹി ഹം ഉമ്രത്തി, മാലതിയും സിലിയയും ഒരേ വയസ്സുള്ള കുട്ടിയായിരുന്നു. ബസ് സാൽ ച മഹീന ചോട്ടി ഹോഗി, ഒരു 4-5 മാസത്തെ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും അവളും മാലതിയും ഒരേ ഏജായിരുന്നു. മഗർ ഹൗസല और നിഡരത ഉസെ ബഹുത് സ്യാദാത്തി, പക്ഷേ സാമർഥ്യവും നിഡരതയും ഒക്കെ ഒരു നിർഭയതയും ഒക്കെ അവൾക്ക് കൂടുതലായിരുന്നു. ആർക്കാണ് കൂടുതലായിരുന്നു എന്ന് പറഞ്ഞത്? നമ്മുടെ മാലതിക്ക്. അതായത് ജിസ് കാം കോ ന കർണേ കി നസീഹത്ത് ഉസേ ദി ജായേ ഉസി കാം കോ കർക്കെ വ ഖത്രെ കാ സാമന കർണ ചാഹത്തി തീ. അതായത് ഏതൊരു കാര്യമാണോ അരുതെന്ന് പറയുന്നത് അത് ചെയ്തിട്ട് അവൾ എന്താണോ അപകടം വരുന്നത് അതിനെ നേരിടുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്യാനായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ ചില കുട്ടികളോട്, ചെറിയ കുട്ടികളോട് എന്താണോ ചെയ്യരുതെന്ന് പറയുന്നത് അത് അവർ ചെയ്യും. അതുപോലെ ഉള്ളൊരു ക്യാരക്ടറായിരുന്നു ആരുടേത്? നമ്മുടെ മാലതിയുടേത്. വഹാങ്കി ബക്കറിവാലെ മാമിക്ക് സത് ബഹൂത് ചില്ലായ, അവിടെ ഉള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിരുന്നു? ബക്കറിവാല എന്ന് പറഞ്ഞാൽ ആട്ടിടയന്മാരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ മാമിയോട് വളരെയധികം ദേഷ്യപ്പെട്ടു. അവർ മാമി വഹാംസെ മാലതിക്കോ മാർത്തി ഹുയി ഗർലായിത്തി. അപ്പോൾ അവിടെ നിന്ന് മാമി എന്ത് ചെയ്തു? അവിടെ നിന്നായിരുന്നു മാലതിയെ അടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ അതെന്തിനായിരുന്നു? അതായത് ഉയർന്ന ജാതിക്കാരായ ആളുകളുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അവരുടെ ബക്കറ്റ്, കയറ് ഇതൊന്നും താണജാതിക്കാരായിട്ടുള്ള ആളുകൾ സ്പർശിക്കാനേ പാടില്ലായിരുന്നു. ആ സമയത്താണ് മാലതി എന്ത് ചെയ്തിരുന്നത്? അങ്ങനെയിരിക്കെ മാലതി അവിടെയുള്ള ഉയർന്ന ജാതിക്കാരായ ആളുകളുടെ കിണറ്റിൽ നിന്ന് ദാഹിച്ചത് കാരണം വെള്ളം കോരി കുടിച്ചു എന്നുള്ളൊരു പ്രശ്നത്താലാണ് ആളുകൾ മാമിയുമായി വഴക്കുണ്ടാക്കുകയും മാമി ആ ഒരു ദേഷ്യം തൻ്റെ മകളോട് കാണിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. इसके 1 साल पहले 5वीं कक्षा के टूर्नामेंट हो रहा था. അതിൻ്റെ 1 വർഷം മുമ്പായിട്ട്
ഒരു സംഭവം ഉണ്ടായി. എന്താണ്? 5ാം ക്ലാസ്സിൽ ഒരു ടൂർണമെൻറ്റ് നടക്കുകയായിരുന്നു. വോ ലംബി ദൗഡ് और കുർസി ദൗഡ് സ്പർദ്ധാവോ മേ പ്രഥമായി തീ. അവൾ ലംബി ദൗഡിലും, അതായത് ഓട്ട മത്സരത്തിലും ഈ കസേര കളിയിലും മറ്റ് കളികളിലുമെല്ലാം തന്നെ ആര് പ്രഥമ സ്ഥാനം നേടി? നമ്മുടെ സിലിയ പ്രഥമ സ്ഥാനം നേടി. ഖേൽകൂദ് കെ ശിക്ഷക് ഗോകുൽ പ്രസാദ് ഉസ്കോ ബഹുത് താരിഫ് കി തീ. ആ സമയത്ത് ഗോകുൽ പ്രസാദ് എന്ന് പറയുന്ന അധ്യാപകനായിരുന്നു, PTയുടെ അധ്യാപകൻ. അദ്ദേഹം അവളെ വളരെയധികം പ്രശംസിക്കുകയും സാത്ത് ഹി പൂछाता വഹാം കോയി റിശ്തേദാർ ഹോ തോ വിശ്രാം കർണേ കെ ലിയേ ഹം വഹാം പഹുഞ്ച ദേംഗെ. അപ്പോൾ അതോടൊപ്പം തന്നെ അവളെ ഒരുപാട് പ്രശംസിക്കുകയും അതോടൊപ്പം തന്നെ അവളോട് പറഞ്ഞു, കുറേ കളിയൊക്കെ കളിച്ചതല്ലേ, കുറേ ഗെയിംസിലൊക്കെ പങ്കെടുത്തു, അതിലൊക്കെ വിജയം നേടി, ഇനിയിപ്പോൾ കുറച്ച് വിശ്രമിക്കാനായിട്ട് അവിടെ അടുത്ത് എവിടെയെങ്കിലും ബന്ധുക്കളുണ്ടെങ്കിൽ നിന്നെ അവിടെ കൊണ്ടെത്തിച്ചു തരാമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ PTയുടെ അധ്യാപകനായിട്ടുള്ള ഗോകുൽ പ്രസാദ്. സിലിയ മാമാ മാമി കെ ഘർ കാ പത ജാൻതി തീ. സിലിയയ്ക്ക് തൻ്റെ മാമൻ്റെയും മാമിയുടെയും വീടിൻ്റെ അഡ്രസ്സൊക്കെ അറിയാമായിരുന്നു. ഷർമുക്കന്മാരെ നെഹി ബത്താപ്പായി. ലജ്ജ കാരണം, അതായത് അവർ താണജാതിയിൽപ്പെട്ട ആളുകളാണെന്ന് ഇവർ അറിയുമല്ലോ, അവർ മനസ്സിലാക്കുമല്ലോ, അപ്പോൾ പ്രശ്നം വേണ്ട എന്നുള്ളൊരു കാരണത്താൽ സിലിയ എന്ത് ചെയ്തു? ഷർമുക്കന്മാരെ നെഹി ബത്താപ്പായി. ഷർമ്മ് കാരണം, ലജ്ജ കാരണം, ഒരു നാണക്കേട് ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? അവളത് പറഞ്ഞില്ല. ഉസ്നെ കഹാ മുझे तो यहाँ किसी का भी पता मालूम नहीं. അവൾ എന്താണ് പറഞ്ഞത്? എനിക്കിവിടെ ആരുടെയും അഡ്രസ്സൊന്നും അറിയില്ല. तब आराम करने के लिए उसकी सहेली हेमलता के साथ अपनी बहन के घर गया. അപ്പം എന്താ ചെയ്തത്? അപ്പോൾ അവളെ വിശ്രമിക്കാനായിട്ട് ഉസ്കി സഹേലി ഹേമലത കെ സാത്ത്, അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള ഹേമലതയോടൊപ്പം അപ്പനി ബഹൻ കെ ഘർ ലേ ഗയ, തൻ്റെ സഹോദരി ഹേമലതയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വഹാം ഹേമലത കി ബഹൻ കി സാസ് അസ്ക ഉസ്ക സ്വാഗത് കിയ. അവിടെ ഹേമലതയുടെ സഹോദരിയുടെ അമ്മായിയമ്മ, അതായത് ഹേമലതയുടെ സഹോദരിയെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുപോയ വീടായിരുന്നു. ആ വീട്ടിൽ ഹേമലതയുടെ സഹോദരിയുടെ അമ്മായിയമ്മ വളരെ സന്തോഷപൂർവ്വം അവരെ സ്വാഗതം ചെയ്തു. ഹേമലതാക്കോ പാനി ക ഗിലാസ് ദിയ. അപ്പോൾ വന്ന ഉടനെ എന്ത് ചെയ്തു? ഹേമലതയ്ക്ക് വെള്ളത്തിൻ്റെ ഗ്ലാസ് കൊടുത്തു. ദൂസറാ ഗിലാസ് ഹാത്ത് മേ ലേക്കർ സിലിയ സെ പൂछने ലഗി കോൻ ഹേ കിസ്കി ബേട്ടി കോൻ ഠാക്കുർ ഹേ. നീ ആരാണ്, ആരുടെ മകളാണ് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആരോട് ചോദിച്ചു? സിലിയയ്ക്ക് വെള്ളം കൊണ്ടുവന്നെങ്കിലും അത് കൊടുത്തില്ല. കൊടുക്കുന്നതിന് മുൻപാണ് ചോദിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടേ കൊടുക്കാവൂ എന്നുള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? വെള്ളം കൊടുക്കുന്നതിന് മുൻപ് ഈ ഗ്ലാസ് അവൾക്ക് സ്പർശിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞിട്ട് കൊടുക്കാം എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തു? ആ ഹേമലതയുടെ സഹോദരിയുടെ അമ്മായിയമ്മ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് ചെയ്തത്. സിലിയ കുച്ച് കഹന സഖി. പക്ഷെ സിലിയ അപ്പോഴെന്ത് ചെയ്തില്ല? ഒന്നും മിണ്ടിയില്ല. ഹേമലത ഠാക്കൂറിനെ കഹാ മൗസിജി മേരി സഹേലി ഹേ. അപ്പോൾ ഹേമലത ഠാക്കൂർ എന്താ പറഞ്ഞത്? ഈ ഠാക്കൂർ എന്ന് പറയുന്നത് ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ആളുകളാണ്, അതുകൊണ്ടാണ് ഠാക്കൂറാണോ, നീ എവിടെയാണ് എന്നൊക്കെ ഹേമലതയുടെ സഹോദരിയുടെ അമ്മായിയമ്മ ചോദിച്ചത്. അപ്പം സിലിയ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ഹേമലത പറഞ്ഞു, മോസിജി മേരി സഹേലി ഹേ, എൻ്റെ കൂട്ടുകാരിയാണ്. സാത്മേ ആയി ഹേ, എൻ്റെ കൂടെ വന്നതാണ്. ഇസ്ക മാമാ മാമി യഹാം റഹത്തെ ഹേ, ഇവളുടെ മാമാ മാമി ഇവിടെയാണ് വസിക്കുന്നത്. മഗർ ഇസേ ഉസ്ക പഥ മാലൂം നഹി, പക്ഷെ അവൾക്ക് അവരുടെ അഡ്രസ്സൊന്നും അറിയില്ല. ഹേമലദാസെ ജാതിക്ക് വിഷയമേ പൂച്ച ധീരെ സെ സമജ് ഗയ ഗാഡറി മുഹല്ലേക്ക് പാസ് റഹത്തെ ഹേ. അപ്പം ഹേമലതയോട് എന്താ ചെയ്തത്? ഹേമലതയോട് അവളുടെ ജാതിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പതുക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി. ആരാണ്? ഹേമലതയുടെ സഹോദരിയുടെ അമ്മായിയമ്മ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പതുക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി. സിലിയാക്കോ പ്യാസ് ലഗീത്തി, സിലിയയ്ക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഗാഡറി മൊഹല്ലയിലാണ് അവർ വസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹേമലതയുടെ സഹോദരിയുടെ അമ്മായിയമ്മയ്ക്ക് മനസ്സിലായി. എന്താണ്? ആ അമ്മായിയമ്മയ്ക്ക് മനസ്സിലായി ഇവർ താണജാതിയിൽപ്പെട്ട ആളുകളാണെന്നുള്ളത് മനസ്സിലാക്കി. സിലിയാക്കോ പ്യാസ് ലഗ്തി തീ, സിലിയയ്ക്ക് നല്ല ദാഹമുണ്ടായിരുന്നു. മഗർ വോ മോസിജി സെ പാനി മാംഗനേക്ക് ഹിമ്മത്ത് നഹി കർ സക്കി. പക്ഷേ ആ മോസിജി മീൻസ് അമ്മായിയോട്, ആ അമ്മായിയോട് എന്ത് ചെയ്യാനുള്ള ധൈര്യം ആർക്കുണ്ടായിരുന്നില്ല? വെള്ളം വാങ്ങിച്ച് കുടിക്കാനുള്ള ധൈര്യം സിലിയയ്ക്ക് ഉണ്ടായിരുന്നില്ല. മോസിജി കെ ബേട്ടേനെ ഉസെ ഗാഡറി മുഹല്ലെ കെ പാസ് ചോड़ दिया था.
മോസിജിയുടെ മകനെ കൊണ്ട് മോസിജി എന്താ ചെയ്യിച്ചത്? മോസിജി തൻ്റെ മകനെ കൊണ്ട് സിലിയയെ ഗാഡ്രി മുഹല്ലയുടെ അടുത്ത് കൊണ്ടുപോയി വിട്ടുകൊടുത്തു. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി. രാസ്തേബർ വോ സോച്ചനെ ലഗാ കിത്ന മുഖൗട്ട ചടായെ രക്തേ ഹേ യേ ലോഗ്. വഴിയിലൊക്കെ അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ്? എന്തൊരു മുഖംമൂടിയാണ് ഈ ആളുകളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. മാമാ മാമി കെ ഘർ പഹുഞ്ചത്തെ ഹി ഉസ്കാ സ്വഭാവ് ചിന്തൻശീൽ ബൻതാ ജാ രഹാ താ. തൻ്റെ മാമാ മാമിയുടെ വീട്ടിലെത്തിയപ്പോഴും അവളുടെ സ്വഭാവം, അതായത് അവൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു. വോ സോച്തി ആഖിർ മാലതീനെ കോൺസാ ജുർമ കിയാത്ത. അപ്പോൾ ഇപ്പോഴും അവൾ ചിന്തിക്കുന്നത് എന്താണ്? ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഖിർ മാലതീനെ കോൺസാ ജുർമ കിയാത്ത. മാലതി ഇപ്പം എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? ഹേമലതാക്കി മോസിജീനെ വോ പാനി ക്യോം നഹി ലേ സകീത്തി. ഹേമലതയുടെ മോസിജി എന്തുകൊണ്ടാണ് തനിക്ക് വെള്ളം നൽകാതിരുന്നത്? और अब ये വിഖ്യാപൻ ഉച്ചവർഗ കാ നവയുവക സാമാജിക കാര്യകർത്ത. അതായത് ഇപ്പോൾ ഈ കാണുന്ന ഒരു വിഖ്യാപൻ എന്ന് പറയുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ട നവയുവക്ക്, ഒരു യുവാവ്, സാമാജിക കാര്യകർത്ത, സാമൂഹിക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു യുവാവ്, അറിയപ്പെടുന്ന ഒരു യുവാവ്, ജാതി ഭേദ് മിഠാനെ കേലിയെ, ഈ ജാതി ഭേദ്, ജാതി വ്യത്യാസം ഇല്ലാതാക്കാൻ വേണ്ടി ശൂദ്രവർണ്ണിലെ ഒരു അഛൂത്ത് കന്യയുമായിട്ട്, അഛൂത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, തൊട്ടുകൂടാത്ത വിഭാഗത്തിൽപ്പെട്ട ഒരു കന്യകയുമായി വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യह सेठ जी महाशय का डोंग है, आडंबर है, या सचमुच वे समाज की परंपरा को बदलने वाले, सामाजिक क्रांति लाने वाले महापुरुष है. അവൾക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇത് ആ മഹാശയൻ്റെ, ആ സേഠ്ജി മഹാശയൻ്റെ, മഹാനായ വ്യക്തിയുടെ വഞ്ചനയാണോ, അതോ ആഡംബരമാണോ, അതോ എന്താണ് നമ്മുടെ സമൂഹത്തിലെ ഈ ഒരു പാരമ്പര്യത്തെ, ഈ ഒരു രീതിയെ ഇല്ലാതാക്കാനുള്ള ഒരു സാമാജിക ക്രാന്തി, അതായത് സമൂഹത്തിലൊരു വിപ്ലവം കൊണ്ടുവരാനുള്ള അയാളുടെ ഒരു ചിന്തയാണോ, എന്താണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അവൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റിയില്ല. അതൊക്കെ അവൾ സ്വയം തന്നോട് തന്നെ ചോദിക്കുകയാണ്. ആ സേഠ്ജിയുടെ വഞ്ചനയാണോ ഇത്, അതോ അദ്ദേഹം കാണിക്കുന്ന ഒരു ആഡംബരമാണോ ഇത്, അതോ സമൂഹത്തിലൊരു വിപ്ലവം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണോ ആ മഹാപുരുഷൻ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവൾ സ്വയം തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾക്ക് മനസ്സിൽ തോന്നിയ കാര്യം എന്താണ്? വിദ്യ ബുദ്ധി और വിവേക് സേ अपने आप को ऊंचा सिद्ध करके रहूंगी. നമുക്ക് വിദ്യയും ബുദ്ധിയും തിരിച്ചറിവും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? अपने आप को ऊंचा सिद्ध करके रहूंगी. നമ്മൾ സ്വയം ഉയർന്നവരായിട്ട് തെളിയിക്കാനായിട്ട്, അങ്ങനെ തെളിയിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കിസി കെ സാമനെ ജുക്കൂങ്കാ നഹി. ആരുടെയും മുമ്പിൽ നമ്മൾ താഴേണ്ട ആവശ്യമില്ല. നഹി അപമാൻ സഹൂങ്കി. അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് അപമാനം സഹിക്കേണ്ടതായിട്ടും വരില്ല. इन बातों को मन ही मन चिंतन मनन करती सिलिया एक दिन अपनी माँ और नानी के सामने कहने लगी, मैं शादी कभी नहीं करूँगी. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല അറിവും വിദ്യയും ഒക്കെ ഉണ്ട് എങ്കിൽ, ബുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരുടെയും മുമ്പിൽ താണു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശരിയായ അറിവ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇവളിങ്ങനെ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം അവൾ അമ്മയുടെ അടുത്തും അതുപോലെ മുത്തശ്ശിയുടെ അടുത്തും ഒക്കെ അവരുടെ മുന്നിൽ ചെന്ന് പറയുകയാണ്. കഹനിലഗി, അവൾ പറയാൻ തുടങ്ങി എന്താണ്? മേ ഷാദി കഭി നഹി കരൂങ്കി. ഞാൻ ഇനി ഒരിക്കലും വിവാഹം ചെയ്യുന്നില്ല. അപ്പോൾ അവളുടെ മുത്തശ്ശി എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നാനി ഖുഷ് ഹോക്ക ബോലി, ഷാദി തോ ഏക് ന ഏക് ദിൻ കർണാ ഹി ഹേ. വിവാഹം ഒരു ദിവസം എന്തായാലും ചെയ്യണം. ഷാദി തോ ഏക് ന ഏക് ദിൻ കർണാ ഹി ഹേ ബേട്ടി, മഗർ ഇസ്കെ പെഹലെ തു ഖൂബ് പഠായി കർലേ. പക്ഷെ അതിന് മുൻപായിട്ട് നീ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഇത്തിനി ബഡി ബൻ ജാക്കി ബഡി ജാത് കെ കഹ്ലാനെ വാലോം കോ അപ്നെ ഘർ നൗക്കർ രഖ് ലേന. അപ്പം എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നീ പഠിച്ച് വലുതായിട്ട് എന്താ ചെയ്യേണ്ടത്? നീ നമ്മുടെ വീട്ടിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാളെ നമ്മുടെ വീട്ടുവേലയ്ക്ക്, അപ്പനെ ഗർനൗക്ക്, നമ്മുടെ വീട്ടുവേലയ്ക്ക് വെക്കണം. മാ മൻഹി മൻ മുസ്കുറാ രഹീതി. ഇത് കേട്ടപ്പോൾ അമ്മ മനസ്സിൽ ചിരിച്ചു. സോച്ച് രഹീതി. എന്നിട്ട് എന്താണ് ചിന്തിക്കുന്നത്? മേരി സില്ലി റാണി കോ മേ ഖൂബ് പടാവൂങ്കി ഉസേ സമ്മാൻ കെ ലായ് ബനാവൂങ്കി. അപ്പം അമ്മ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ സില്ലി റാണിയെ ഞാൻ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിപ്പിക്കും. ഉസേ സമ്മാൻ കെ ലായ് ബനാവൂങ്കി. അവളെ എല്ലാവരുടെയും ഒരു റെസ്പെക്റ്റ് കിട്ടാനുള്ള
അതിനുള്ള യോഗ്യയാക്കി അവളെ മാറ്റും. അപ്പോൾ നമ്മൾ എന്താണ് ഈ കഥയിലൂടെ മനസ്സിലാക്കുന്നത്? ഇത്തരം അനാചാരങ്ങളും അനീതികളും അതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളും പീഡനങ്ങളും എല്ലാം തന്നെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് കുറച്ച് മുമ്പുള്ള കഥയാണെങ്കിൽ പോലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ്. എന്താണ്? സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും ജാതി വ്യവസ്ഥയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള ഒരുപാട് മാറ്റം വന്നുവെങ്കിലും പല സംസ്ഥാനങ്ങളിലും ഇന്നും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്തണമെങ്കിൽ നമുക്കൊക്കെ എന്തുണ്ടായിരിക്കണം? നല്ലൊരു വിദ്യാഭ്യാസം. കുറച്ചൊരു വിദ്യാഭ്യാസം ഉള്ളത് കാരണം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? സിലിയ അതിനെതിരെ പോരാടാനായിട്ടുള്ളൊരു ശ്രമമായിട്ട് തുടർന്നും പഠിച്ച് ഒരു സമൂഹത്തിലൊരു ഉന്നത നിലയിലെത്തി ആ ഒരു ആളുകളിൽ നിന്നുള്ള റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ നല്ല എഡ്യൂക്കേഷനിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു തിരിച്ചറിവും കൂടെയാണ് നമുക്ക് ഈ ഒരു കഥയിലൂടെ നേടിത്തരുന്നത്. സിലിയ കഹാനിയുടെ സാരാംശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീണ്ടും ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും എവിടെ വെച്ചായാലും നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ സാരാംശം ഒന്ന് ശരിയായ രീതിയിൽ കേട്ട് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന PDF-ലൂടെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാവുന്ന ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു PDF ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ ഒരു PDF-ഉം കൂടെ വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.